ഇത് ഫുള്ളി, അതായത് ഒരു 75% സ്റ്റീൽ സ്ട്രക്ചർ തന്നെയാണ്. ഇതിന് നമ്മൾ മെയിനായിട്ട് നിർത്തിയിരിക്കുന്ന 6 കോളങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അതിലൊരു കോളം കാണുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊരു കോളം. അതെ, ഞാൻ പറഞ്ഞത് എർത്ത് ക്വയ്ക്ക് റെസിസ്റ്റൻറ്റും കൂടിയാണ് ഈ വീട്. മറ്റു വീടുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഷിവറിങ്ങോ അല്ലെങ്കിൽ ജർക്കോ വന്നു കഴിയുമ്പോഴത്തേക്കും തള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതങ്ങനെ ഒരു സംഭവിക്കാൻ ഒരു ചാൻസും ഇതിനകത്തില്ല. 3-4 AC കളൊക്കെ വയ്ക്കുന്നു. പകരം നമ്മൾ ഒറ്റ AC യിൽ തന്നെ 2 റൂം തണുപ്പിക്കാനുള്ള ഒരു പരിപാടിയും കൂടെ അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ 2 ചെറിയ എക്സോസ്റ്റ് ഫാനുകളാണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം തള്ളുകയും ഒരെണ്ണം വലിക്കുകയും ചെയ്യും. സ്റ്റെയറൊക്കെ നമ്മൾ സ്പേസ് കവർന്നെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാർ പോർച്ചിലേക്ക് തള്ളിയിട്ടാണ് ഈ ഫ്ലൈറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഒരു 15 വർഷം കഴിയുമ്പോൾ ചെയ്ത് പൊളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇപ്പൊ ഇന്ന് ഈ വീട് പണിത ചിലവിനേക്കാളും ലാഭം കിട്ടുകയും ചെയ്യും. തൃശ്ശൂർ കേരള കലാമണ്ഡലത്തിനടുത്തുള്ള വള്ളത്തോൾ നഗറുള്ള ഒരു ടൈനി ഹോം 2 സെന്റിൽ 900 സ്ക്വയർ ഫീറ്റ് പണിതിട്ടുള്ള ഒരു സ്റ്റീൽ സ്ട്രക്ചറിൽ പണിതിട്ടുള്ള ഒരു കിടിലൻ വീട് കാണിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള, കാണാൻ നല്ല കൗതുകകരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുടെ വീടാണ്. വാ, കമോണ പരിപാടി. ഒരു വഴിയോട് ചേർന്നിട്ട് തന്നെയാണ് ഈ വീടുള്ളത്. നമ്മുടെ നാസർഖാന്റെ വീടാണ് കേട്ടോ. നാസർഖാൻ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. മുമ്പ് 10 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിത് ഞെട്ടിച്ച ആളാണ്. നാസർഖാൻ നമസ്കാരം. നമസ്കാരം. ഗേറ്റ് അങ്ങോട്ട് തുറക്കാം. ഗേറ്റിന് ഒരു പ്രത്യേകത ഉണ്ടല്ലേ? അതെ. എന്ത് ഗേറ്റ് ഇത്? ഇത് ഈ ലൂവർ ഷീറ്റ് കൊണ്ട് നമ്മൾ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഈ 2 സെന്റിൽ ഇത്രയും എങ്ങനെ പണിത് ഞെട്ടിച്ചു എന്നുള്ളതാണ്. 18 ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് പണിതിട്ടുള്ളത്. സ്റ്റീൽ സ്ട്രക്ചറാണ്. അതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു വലിയൊരു കാർ പോർച്ച് ഉണ്ട്. വേണമെങ്കിൽ ഒരു 2 കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാർ പോർച്ച്, പിന്നെ 2 ബാൽക്കണി, പിന്നെ പുറമേ നോക്കുമ്പോൾ ഒരു കണ്ടെയ്നർ ഹോമിന്റെ രൂപ മാതൃകയിലാണ് ചെയ്തിരിക്കുന്നത്. അതെന്താണ് അങ്ങനെ ഒരു പുറത്തെന്താ ചെയ്തിരിക്കുന്നത്? ഈ പറഞ്ഞ ഗേറ്റിന്റെ അതേ മെറ്റീരിയൽ തന്നെയാണ്. ഈ മെറ്റീരിയൽ, അതായത് ലൂവർ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുറകു ഭാഗം നമ്മൾ ഡെക്കറേറ്റ് ചെയ്തു. അതെന്താണ് ഒരു കണ്ടെയ്നർ ഫീൽ കിട്ടാൻ വേണ്ടി ചെയ്തത്? കണ്ടെയ്നർ ഫീൽ കിട്ടുകയും അതോടൊപ്പം തന്നെ നമുക്ക് പ്ലാസ്റ്ററിംഗ് എന്നുള്ള ആ ഒരു പ്രക്രിയ ഒഴിഞ്ഞു കിട്ടുകയും ചെയ്യും. അപ്പോൾ പുറത്ത് നമ്മൾ തേച്ചിട്ടൊന്നുമില്ല? ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഒരു വെറൈറ്റി ലുക്ക് തോന്നുകയും ചെയ്യും. നമുക്ക് അത്ര എക്സ്പെൻസ് കുറയ്ക്കാനും പറ്റും. ഓക്കെ. ഇതിനു വേണ്ടി ചെയ്താണ്. അപ്പോൾ തേപ്പിന്റെ പരിപാടിയും ഒഴിവാക്കി. ഇത് പൗഡർ കോട്ട് ചെയ്ത് വരുന്ന ലൂവർ ഷീറ്റ് ആയതുകൊണ്ട് ബ്ലാക്ക്, ആ ഒരു ബ്ലാക്കിഷ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് ചെയ്ത. പിന്നെ ഞാനൊരു റിലീജിയസ് ഒരു ഇതുള്ളത് കൊണ്ട്, പിന്നെ ഈ കാബ ഒക്കെ ആ ഒരു ബ്ലാക്ക് ആണല്ലോ. അപ്പൊ ഇതിന്റെ പേരും അതിനൊരു പ്രത്യേകത, ഹിറ കേവ് എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഹിറ കേവ്, അതായത് അടിഭാഗം ഹിറ കേവും മുകളിൽ ഹിറ ഹിൽസും ആണ്. അങ്ങനെ ഒരു 2 പേരാണ് ഞാൻ ഇതിന് കൊടുത്തിരിക്കുന്നത്. 2 ഭാഗങ്ങളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 വർഷം മുമ്പ് 10 ലക്ഷം രൂപയ്ക്ക് വീട് പണിത് ഞെട്ടിച്ച ആളാണ്. അപ്പൊ നമുക്ക് ഇനി മെല്ലെ ഉള്ളിലോട്ട് കയറാം അല്ലേ? നമ്മുടെ ലിവിംഗ് സ്പേസ് ആണ്. ലിവിംഗ് സ്പേസും പിന്നെ ചെറിയൊരു ഡൈനിങ് സ്പേസും, ഇത് 2 നമ്മൾ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് എക്സ്പെൻസ് കുറയ്ക്കാൻ തന്നെയാണ്. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോൾ ഒക്കെ എക്സ്പെൻസ് വരുന്ന ഒരു ഇതുകൊണ്ട് എത്രത്തോളം നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുന്നുള്ള എക്സ്പെരിമെന്റും കൂടിയാണ് ഞാൻ ഈ വീടുകൾ പണിയുന്നതിൻ്റെ ഒരു പ്രത്യേകത. പരീക്ഷണമാണ്. അതെ. ഇപ്പം ഈ വീട് പണി കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ വരികയും കാണുകയും അവർക്കൊക്കെ ഈ വീട് വേണം, ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു ഹാൾ പോലെ സെറ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് അതും ഉപയോഗിച്ചിരിക്കുന്ന ഫർണിച്ചർ എല്ലാം നമുക്ക് എല്ലാം വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെയിൻ ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള മരങ്ങളുണ്ടല്ലോ, ആ മരം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സ്ട്രിപ്സുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വെറുതെ കണ്ടില്ല ഒരു ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് പോലെ വെച്ചിട്ടൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഡൈനിങ് ലിവിംഗ് ഇവിടെ തീർന്നു. പിന്നെ കിച്ചൺ ഒക്കെ വരുന്ന മുകളിലോട്ടാണ്. സ്റ്റെയറൊക്കെ നമ്മൾ സ്പേസ് കവർന്നെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാർ പോർച്ചിലേക്ക് തള്ളിയിട്ടാണ് ഈ ഫ്ലൈറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഇതിന്റെ സ്റ്റെപ്സ് ഒക്കെ കണ്ടില്ല നമ്മൾ. പിന്നെ ഈ റെയിൻ ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരത്തിന്റെ പാനലുകൾ കൊണ്ടാണ് ഈ സ്റ്റെപ്പൊക്കെ ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയ പൈസക്ക് കിട്ടും നമുക്ക്. സ്റ്റെയർ കയറിയിട്ട് നമ്മൾ നേരെ മുകളിലെത്തിയപ്പം ഒരു ചെറിയ വാതിലോട് കൂടിയിട്ടാ സ്റ്റെയറിനും ഗേറ്റാ ഇതങ്ങനെ തുറക്കുക. അതെന്റെ മോനുണ്ട്. അപ്പൊ അവൻ വരുന്ന സമയത്ത് അവന് പോയി, അവന് വികൃതിയല്ലേ, സേഫ്റ്റി, അവന്റെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്താണ് അത്. ഈ സ്റ്റെയറിന്റെ ഒരു ഏരിയ മുഴുവൻ ഒരു ഗ്രില്ലിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ. ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ മുകളിലും ഒരു ഡൈനിങ് സ്പേസ് എന്ന് പറയുന്ന രീതിയിൽ നമ്മള് സ്ത്രീകൾക്കുള്ള ഒരു പരിഗണനയാണത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇരിപ്പിടവും വർത്തമാനങ്ങൾ പറയാനുള്ള ഒരു ഓക്കെ. ഇപ്പൊ മുകളിൽ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞൊരു കോമൺ സ്പേസ് പോലെ കൊടുത്തിട്ട് അവിടുന്ന് ടേൺ ചെയ്തിട്ടാണ് നമ്മുടെ കിച്ചണിലോട്ട്. കിച്ചൺ വളരെ ചെറിയ കിച്ചണാണ്, ഒരു എൽ ഷേപ്പ് വന്നിട്ട് ഒരു കിച്ചണാണ്, ഒരു ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞ് പറയാം. ഓപ്പൺ കിച്ചൺ തന്നെ കിച്ചണാണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ട് വളരെ മിനിമൽ പറ്റിയിട്ടുള്ള കിച്ചണാണ്. ഒരു ഫ്രിഡ്ജ് യൂണിറ്റ് അവിടെ വന്നിരിക്കുന്നു, ഹാൻഡ് വാഷ് ഏരിയ അവിടെ വന്നിരിക്കുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും തിരിയുമ്പോൾ 2 ബെഡ്റൂമുകൾ അവിടെ വന്നിരിക്കുന്നു. 2 ബാൽക്കണികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബാൽക്കണി നമ്മുടെ ബെഡ്റൂമിനോട് ചേർന്നിട്ടും
പിന്നെ ഒരെണ്ണം നമ്മുടെ ഈ ഹാളിനോട് ചേർന്നിട്ട് ഇവിടെ നമുക്ക് ഈ ബാൽക്കണിയിട്ട് ഇറങ്ങാൻ പറ്റും. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് വാതിലുകളില്ല. ഇവിടെ വാതിലും ജനലും എല്ലാം ഒന്നാണ്. അവിടെ ഗ്രില്ല് വെക്കാതിരുന്നതുകൊണ്ട് വീണ്ടും എക്സ്പെൻസിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാര്യം എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അതെ അല്ലേ, ഇത് തന്നെ ഒരു വാതിലിന്റെ ഗുണം ചെയ്യും. പിന്നെ എന്തിനാല്ലേ, നമുക്ക് ഇതിലെ ഇങ്ങനെ ഇറങ്ങാം. ജസ്റ്റ് ഒന്ന് കാല് പൊന്തിക്ക് വേണ്ടു, ഇങ്ങനെ ഇറങ്ങാം. നീളത്തിലുള്ള ഒരു ബാൽക്കണി, റോഡ് കാണാം, തൊട്ടപ്പുറം ബെഡ്റൂമിനുള്ള ഒരു ബാൽക്കണി. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ വീട് പണിയാൻ തീരുമാനിച്ചു? എന്താണ് ഈ ഒരു സ്ട്രക്ചറിന്റെ, ഈ ഒരു മോഡൽ ഹൗസിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? അതായത് നമ്മൾ ഈ പഴയ കാലങ്ങളിലൊക്കെ ചെയ്യുന്ന ആ സെയിം കോൺസെപ്റ്റിൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്കൊരു വീട് ഇപ്പം മക്കളൊക്കെ ഉള്ളതാണല്ലോ. അപ്പം നമ്മുടെയൊക്കെ കാലശേഷം മക്കൾക്കൊക്കെ വീതം വെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അത്രയും വലിയ വീടുകളൊക്കെ ആണെങ്കിൽ അത് പൊളിച്ചു മാറ്റി പിന്നെ അത് കൊണ്ടുപോയി ഡംപ് ചെയ്യാനും മറ്റ് പ്രശ്നങ്ങളൊക്കെ വരികയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാവുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മക്കളിനിപ്പം തമാശയ്ക്ക് പറയാണ് ഒരു കടിപിടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ഇത് ഡിമോളിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു 75% പൈസ നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാനും അത് മക്കൾക്ക് ഉപകാരപ്രദമായ രീതിയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് ചിന്തിക്കാനുള്ള കാരണം. കാര്യം ഇത് ഡെമോളിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡംപ് ചെയ്യാനും പ്രശ്നമില്ല. കാര്യം ഇതൊക്കെ AAC ബ്ലോക്കും അതുപോലെ നമ്മൾ പ്ലാസ്റ്ററൊക്കെ കണ്ടമാനം കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി പ്ലാസ്റ്റർ തീരെ ഇല്ലാതെ നമ്മൾ നേരെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം കറക്റ്റ് ഇതിൻ്റെ ആ ഒരു ലെവലിന് ഇതൊക്കെ കെട്ടി വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം വന്നു കഴിയുമ്പം നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പുട്ടിയിട്ട പോലെ തോന്നുന്നത്. എന്നാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയതുകൊണ്ടാണ് അത് ആ ഒരു ഇതിൽ നിൽക്കുന്നത്. ഗുണം അപ്പം അത് ഗുണവുമാണ്, നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. മണല്, സിമെന്റ്, അതിൻ്റെ ഒരു ലേബർ ഇതൊക്കെ കുറയ്ക്കാൻ പറ്റും. കാര്യം ഇതൊക്കെ നമ്മുടെ ഈ ഭിത്തിയുടെ പണി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്ലാസ്റ്റർ പാരീസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വർക്ക് കുറയ്ക്കാൻ, അത്രയും കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഒരു 15 വർഷം കഴിയുമ്പോൾ ഇത് പൊളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇപ്പം ഇന്ന് ഈ വീട് പണിത ചിലവിനേക്കാളും ലാഭം കിട്ടുകയും ചെയ്യും. കാര്യം ഈ സ്റ്റീൽ ആയതുകൊണ്ട് നമുക്കത് സ്ക്രാപ്പിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് അന്ന് കിട്ടും. അതുപോലെ ഞാൻ ഇതിൻ്റെ സ്ലാബൊക്കെ ചെയ്തിരിക്കുന്നത് ഡെക്ക് ഷീറ്റ് എന്നൊരു ഷീറ്റ് വരുന്നുണ്ട്. അതിങ്ങനെ സിഗ്സാഗ് ആയിട്ടുള്ള ഷീറ്റാണ്. അപ്പോൾ ആ ഷീറ്റിനെ സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ മണ്ടയിൽ നമ്മൾ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് കോൺക്രീറ്റ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പം 4 ഇഞ്ച് കോൺക്രീറ്റ് വരുന്നതിന് പകരം ഈ ഡെക്ക് ഷീറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഇഞ്ച് കോൺക്രീറ്റിൻ്റെ എക്സ്പെൻസേ വരുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് ചൂട് കുറയ്ക്കാൻ പറ്റും. ഫോൾ സീൽ ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ഒരു ഇതും കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ നന്നായിട്ട് 4 ഇഞ്ചിൻ്റെ തിക്നെസ് തോന്നുന്നതും ഒട്ടും തന്നെ ലീക്ക് വരികയില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയായി വീട്. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, സ്റ്റീലിന്റെ അത്രയും സ്റ്റീൽ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. സാധാരണ ആളുകൾ പറയുന്ന വീടൊക്കെ വെറുതെ ഒരു എർത്ത് ക്വാക്ക് റെസിസ്റ്റൻസും കൂടെയാണ്. അതുപോലെ ലൈറ്റ്സ് ഒക്കെ ഞാൻ ഇപ്പം എല്ലാം ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മിലാനോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇവിടെ നമുക്കൊരു 150-200 രൂപയ്ക്ക് വരുന്ന ലൈറ്റുകളൊക്കെ നമുക്ക് അവിടെ ഒരു 50 രൂപ ആ ഒരു ഇതിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ പറയുമ്പം ഇതിന് ഇത്ര കോസ്റ്റ് വന്നിട്ടുള്ളൂ എന്ന് പറയുമ്പോഴും നമുക്ക് നമ്മുടെ ഇതിൻ്റെ എഫർട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് കോസ്റ്റുകൾ നമുക്ക് വരുന്നത്. അപ്പം ആരെങ്കിലും നമ്മളെ സമീപിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ആ എമൗണ്ടിന് ചെയ്തു തരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കരുത്. കാര്യം നമ്മൾ എടുത്തിട്ടുള്ള എഫർട്ട് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ അതിലേക്കൊക്കെ വേരിയേഷൻസ് സംഭവിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത് ഫുള്ളി, അതായത് ഒരു 75% സ്റ്റീൽ സ്ട്രക്ചർ തന്നെയാണ്. ഇതിന് നമ്മൾ മെയിനായിട്ട് നിർത്തിയിരിക്കുന്ന 6 കോളങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അതിലൊരു കോളം കാണുന്ന രീതിയിൽ ഞാൻ ചെയ്ത് കണ്ടില്ല. ഇതൊരു കോളം, താഴെ കൂടെ ഇങ്ങനെ പോയിരിക്കുകയാണ്. ബാക്കിയെല്ലാം കോർണറിലൊക്കെ കോളങ്ങളാണ്. എന്നിട്ട് അതിനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഫ്രെയിം വെച്ചുകൊണ്ട് കണക്ട് ചെയ്തിട്ട് അതിന്റെ മണ്ടയിലാണ് നമ്മൾ ഈ ഡെക്ക് ഷീറ്റ് ഒക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. 70% ഇതിനകത്ത് ഇത് തന്നെയാണുള്ളത്. ബാക്കി AC ബ്ലോക്കാണ്. പെർമനന്റ് സ്ട്രക്ചറായിട്ട് കാണാൻ പറ്റില്ല വീടിന്. ഒരു പെർമനന്റ് ആയിട്ട് ഇവിടെ പണിതൊരു ബിൽഡിംഗ് അതാ ഞാൻ പറഞ്ഞത്. എർത്ത് ക്വാക്ക് റെസിസ്റ്റന്റും കൂടിയാണ് ഈ വീട്. മറ്റു വീടുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഷിവറിങ്ങോ അല്ലെങ്കിൽ ജെർക്കോ വന്നു കഴിയുമ്പോഴത്തേക്കും തള്ളി പോകാൻ സാധ്യതയുണ്ട്. ഇതങ്ങനെ ഒരു സംഭവിക്കാൻ ഒരു ചാൻസും ഇതിനകത്തില്ല. ഇതിലിപ്പോൾ നമ്മളൊരു പ്രത്യേകത ചെയ്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മളൊരു 1.5 ടണ്ണിൻ്റെ ഒരു AC വെച്ചിട്ടുണ്ട്. ആ AC നമ്മൾ അപ്പുറത്തെ എൻ്റെ മോനുണ്ട്, അവൻ ഗൾഫിലായതുകൊണ്ട് ഇപ്പം നാട്ടിലില്ല. അപ്പോൾ അവൻ വരുന്ന സമയത്ത് അവർക്കും കൂടെ ഉപകാരപ്രദമായ രീതിയിൽ നമ്മൾ ഒരു ടെക്നോളജി ചെറുതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ 2 ചെറിയ എക്സോസ്റ്റ് ഫാനുകളാണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം തള്ളുകയും ഒരെണ്ണം വലിക്കുകയും ചെയ്യും. അപ്പോഴാണ് ഇതിന്റെ സർക്കുലേഷൻ കറക്റ്റ് ആവും. അവിടെയും നമ്മൾ ഇലക്ട്രിസിറ്റിയാണ് പിന്നെ സേവ് ചെയ്യുന്നത്. കാരണം എല്ലാ വീടുകളിലും അവരുടെ സ്ട്രെങ്ത് കാണിക്കാൻ വേണ്ടി 3-4 AC വെക്കുന്നു. പകരം നമ്മൾ ഒറ്റ AC തന്നെ 2 റൂം തണുപ്പിക്കാനുള്ള ഒരു പരിപാടിയും കൂടെ അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആണ്.
ഇതിലാണ് ഞാൻ പറഞ്ഞ സെൻസറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഇപ്പം മാത്രമല്ല അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറുതായിട്ട് തോന്നരുത്, വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ബാത്റൂമും പിന്നെ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ ലൈറ്റ് ഓൺ ആയി. ഓ നല്ല സ്ഥലമുണ്ട്. ഇവിടെ തന്നെ വാർഡ്രോബ് സ്പേസ്, ഇവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ആ സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തൊരു വാൾഡ്രോപ്പും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇതിനകത്തുള്ള രണ്ടാമത്തെ ഒരു ബെഡ്റൂം. ഞാൻ പറഞ്ഞില്ല മോൻ എന്ന് പറഞ്ഞില്ല, അപ്പോൾ അവന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ബെഡ്റൂമാണ്. ആ സെയിം അത് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒന്നും കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫാനുകളൊക്കെ നമ്മൾ അതിൻ്റെ ഫ്രെയിമുകളൊക്കെ ഉരി വെച്ചിട്ടുണ്ട്. കാര്യം അതൊക്കെ എനർജി കൂടുതൽ യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്ന ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, കറണ്ടിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ല, അതിൻ്റെ ഫ്രെയിം ഊരിക്കളയുമ്പോഴത്തേക്കും ഫാന് ശബ്ദം കുറയും, എനർജിയും കുറച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പം നമ്മൾ അത് മാറുമ്പോൾ നമുക്ക് നല്ല വ്യത്യാസം വരും. കറണ്ട് ബില്ലിലൊക്കെ വളരെ വ്യത്യാസം വരും. അപ്പം എന്തെല്ലാം എവിടേക്കാണ് നമുക്ക് പോക്കറ്റ് കാലിയാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ റൂമിൽ എവിടെ AC കാണുന്നില്ല, പക്ഷേ എക്സോസ്റ്റ് ഫാനുകളുടെ AC വരുന്ന വീട് അത് ഭയങ്കരമാണ് കേട്ടോ. ടൈനി ഹോം എന്ന് നമ്മൾ പറയുമെങ്കിലും അമേരിക്കൻ കൊഞ്ച് ഹോമുകൾ ആ ഹോമുകളെയും കൂടെ നമ്മളിതിനകത്ത് പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാര്യം ആ ബാൽക്കണികളൊക്കെ അമേരിക്കൻ കൊഞ്ച് ഹോമുകളുടെ സ്റ്റൈലാണ്.